ഡച്ച് പടയെ തോൽപ്പിച്ച് അവരുടെ ക്യാപ്റ്റനെ തടവിലാക്കിയ മലയാള രാജാവ്. അങ്ങനെ ഒരു വീരചരിത്രമുണ്ട് നമുക്ക്. ആ ചരിത്രം ഉറങ്ങുന്നത് ദില്ലാനിക്കോട്ട എന്ന ഉദയഗിരി കോട്ടയിലാണ്. ഭാരതീയർക്ക് മൊത്തം അഭിമാനിക്കാവുന്ന ഈ ചരിത്രമുള്ളത് നമ്മുടെ തിരുവിതാംകൂറിനാണ്. നമ്മുടെ ഭാരതം എല്ലാ കാലത്തും അധിനിവേശങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അലക്സാണ്ടർ മുതൽ മുഹമ്മദ് ഗസ്നിയും ഗോറിയും ഉൾപ്പെടെ ബ്രിട്ടീഷുകാർ വരെ നമ്മുടെ രാജ്യത്തിലേക്ക് കടന്നു കയറുകയും കീഴ്പ്പെടുത്തുകയും കൊള്ളയടിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു വിദേശ ശക്തിയെ, പ്രത്യേകിച്ചും യൂറോപ്യൻ ശക്തിയെ തോൽപ്പിച്ച് അതിൻ്റെ ക്യാപ്റ്റനെ തടവുകാരനായി പിടിച്ച് പിന്നീട് ആ ക്യാപ്റ്റനെ തന്നെ രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപനാക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ യുദ്ധ വൈദഗ്ധ്യം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ ശക്തിപ്പെടുത്തിയ ഒരു ചെറു രാജ്യം നമ്മുടെ ഭാരതത്തിലുണ്ട്. അത് നമ്മുടെ തിരുവിതാംകൂറാണ്. അന്ന് തോൽപ്പിച്ച് തടവുകാരനായി പിടിച്ച ഡച്ച് കപ്പൽപ്പടയുടെ ക്യാപ്റ്റൻ്റെ പേരാണ് ഡിലനോയ്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ മണ്ണിൽ തന്നെയാണ്. തിരുവനന്തപുരത്തു നിന്നും ഏകദേശം 50 കിലോമീറ്റർ തെക്ക് നാഗർകോവിലേക്ക് പോകുന്ന വഴിക്ക് തക്കലക്കടുത്താണ് ഉദയഗിരി കോട്ട. ആ കോട്ടയ്ക്കുള്ളിലെ പള്ളിയിൽ അദ്ദേഹത്തെ കൂടാതെ അദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയും നിത്യവിശ്രമം കൊള്ളുന്നുണ്ട്. 1947 വരെ ഹൈദരാബാദിനെയും കാശ്മീരിനെയും ഒക്കെ പോലെ തന്നെ ഇന്ത്യയിൽ അവശേഷിച്ച രാജഭരണ പ്രദേശങ്ങളിലൊന്നായിരുന്നു തിരുവിതാംകൂറും. തിരുവിതാംകൂറിനെ വിദേശ ശക്തികളൊന്നും തന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടില്ല എന്നത് നമുക്ക് അഭിമാനകരമായ മറ്റൊരു കാര്യമാണ്. പിന്നീട് ബ്രിട്ടീഷുകാരോട് സന്ധി ഉണ്ടാക്കി എന്നുള്ളതും അവർക്ക് കപ്പം കൊടുത്തു വന്നിരുന്നു എന്നുള്ളതും വിസ്മരിക്കുന്നില്ല. തിരുവിതാംകൂറിനെ ആക്രമിക്കാനായി വന്ന ടിപ്പു സുൽത്താന് പോലും ആലുവ പുഴ കടന്നെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു ചരിത്ര സത്യം. പണ്ട് വേണാടായിരുന്ന ചെറു രാജ്യത്തെ കന്യാകുമാരി മുനമ്പ് മുതൽ ഇന്നത്തെ കേരളത്തിൻ്റെ പകുതിയോളം എത്തുന്ന തിരുവിതാംകൂർ എന്ന വലിയ രാജ്യമാക്കി മാറ്റിയ ചരിത്ര പുരുഷൻ മാർത്താണ്ഡവർമ്മ എന്ന അനിഴം തിരുനാൾ മഹാരാജാവാണ്. നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെയും ഉദയഗിരി കോട്ടയുടെയും പുനഃസൃഷ്ടികൾ കൂടാതെ വളരെ ആവേശമുണർത്തുന്ന യുദ്ധവിജയങ്ങൾ സമ്മാനിച്ച ആ മഹാരാജാവിൻ്റെ വീരചരിത്രം സത്യത്തിൽ വേണ്ട രീതിയിൽ നമ്മുടെ രാജ്യത്ത് അറിയപ്പെടുന്നില്ല എന്നതാണ് വസ്തുത. ബംഗാളും മലബാർ ഉൾപ്പെടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളും ബ്രസീലും സിലോണും ബാലിയും ഒക്കെയായി ലോകത്തിലെ പല ഭാഗങ്ങളും പല കാലങ്ങളിൽ ഡച്ചുകാർ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കോളനികളാക്കിയിട്ടുണ്ട്. എങ്കിലും സ്പെയിൻ, പോർച്ചുഗൽ തുടങ്ങിയവരെ അപേക്ഷിച്ച് പൊതുവെ അവർ മാന്യന്മാരായിരുന്നു. തിരുവിതാംകൂറിനെ ഡച്ച് കപ്പൽപ്പട ആക്രമിച്ചത് കുളച്ചൽ തുറമുഖത്ത് വെച്ചാണ്. മത്സ്യത്തൊഴിലാളികളെ കൂടി ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ധീരമായ പോരാട്ടത്തിലൂടെ ആ കപ്പൽപ്പടയെ അടിയറവ് പറയിച്ചു. ഈ യുദ്ധത്തിലെ തോൽവിയിലൂടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ മറ്റു പല കോളനികളുടെ ആധിപത്യം പോലും നഷ്ടമായി. ആ ഡച്ച് സൈന്യത്തെ അന്ന് നയിച്ചത് ഡിലനോയ് എന്ന 23-കാരനായ ക്യാപ്റ്റനായിരുന്നു. പക്ഷേ 1741 ആഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധത്തിൽ അദ്ദേഹം തിരുവിതാംകൂർ സൈന്യത്തോട് പരാജയപ്പെട്ടു. ആ ചരിത്ര വിജയത്തിൻ്റെ സ്മാരകമായി ഒരു യുദ്ധ വിജയസ്തംഭം കുളച്ചൽ തുറമുഖത്തിനടുത്തായി സ്ഥാപിച്ചിട്ടുണ്ട്. ഉദയഗിരി കോട്ടയിൽ നിന്നും 14 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് കുളച്ചൽ മത്സ്യബന്ധന തുറമുഖം. അവിടെ രണ്ടാമത്തെ നീളൻ പുലിമുട്ടിനടുത്തായിട്ടാണ് വിജയസ്തംഭം നിർമ്മിച്ചിട്ടുള്ളത്. ഡിലനോയുടെ യുദ്ധസാമർഥ്യം മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തെ തടവിൽ നിന്നും മോചിപ്പിച്ച് തൻ്റെ രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപനായി, വലിയ കപ്പിത്താനായി തന്നെ നിയമിച്ചു. അദ്ദേഹം മരണം വരെ തിരുവിതാംകൂറിന് വേണ്ടി പോരാടി. തിരുവിതാംകൂറിൽ തന്നെ മരിക്കുകയും ചെയ്തു. തിരുവിതാംകൂറിൻ്റെ ആ യൂറോപ്യൻ സ്വദേശിയായ വലിയ കപ്പിത്താൻ ഇവിടെ ഉദയഗിരി കോട്ടയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ജോഹന്നാസ് പോലും മാർത്താണ്ഡവർമ്മയ്ക്ക് വേണ്ടി പോരാടി. പക്ഷേ 19-ാമത്തെ വയസ്സിൽ അദ്ദേഹം തിരുവിതാംകൂറിൽ വെച്ച് തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത്. മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായിരുന്ന പത്മനാഭപുരം ഉൾക്കൊള്ളുന്ന തക്കലയിൽ അദ്ദേഹത്തിൻ്റെ രാജകൊട്ടാരമായിരുന്ന പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ തൊട്ടടുത്ത് വെറും 2 കിലോമീറ്റർ മാറിയാണ് വിശാലമായ ഉദയഗിരി കോട്ട. നിരവധി പേർ നിത്യവും പത്മനാഭപുരം കൊട്ടാരം കാണാൻ പോകുന്നുണ്ടെങ്കിൽ പോലും അവരാരും തന്നെ ഈ ചരിത്രം മനസ്സിലാക്കുകയോ ഉദയഗിരി കോട്ട സന്ദർശിക്കുകയോ ചെയ്യാറില്ല. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലൊരു ചരിത്ര സംഭവം വേറെയില്ല. ഒരു യൂറോപ്യൻ ശക്തിയെയും ഇന്ത്യയിലെ മറ്റൊരു രാജാവും തോൽപ്പിച്ച് അവരുടെ പടത്തലവനെ തടവിലാക്കിയിട്ടില്ല. നമ്മൾ തിരുവിതാംകൂറുകാർക്ക് തീർച്ചയായും അഭിമാനിക്കാം. നമുക്ക് യൂറോപ്യൻ ശക്തികളെ തോൽപ്പിച്ച ചരിത്രമുണ്ട്. അതുകൊണ്ട് നാം അഭിമാനത്തോടെ സന്ദർശിക്കേണ്ട കോട്ടയാണ് ഉദയഗിരി കോട്ടയും കുളച്ചൽ യുദ്ധസ്മാരകവും. തിരുവനന്തപുരത്ത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിനുള്ളിലും കുളച്ചൽ യുദ്ധത്തിൻ്റെ ഒരു വിജയ പ്രതീകമായ ശില്പം
നിർമ്മിച്ചിട്ടുണ്ട്. കുളച്ചൽ ബീച്ചിലെ മണൽപ്പരപ്പിൽ നമ്മൾ നഗ്നപാതരായി നടക്കണം. അപ്പോൾ മലയാളി എന്ന അഭിമാനത്തിൻ്റെ പോരാട്ട വീര്യത്തിൻ്റെ ഒരു സ്പന്ദനം നമ്മളിൽ പടർന്നു കയറും. ആ വിജയസ്തംഭത്തിനരികിൽ നിൽക്കുമ്പോൾ നാം കൂടുതൽ ഉത്തേജിതരാകും. തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഉദയഗിരി കോട്ടയും കുളച്ചൽ പ്രദേശങ്ങളും പക്ഷേ ഇന്ന് കേരളത്തിലല്ല. ഭാഷാടിസ്ഥാനത്തിലുള്ള വിഭജന ഫലമായി കന്യാകുമാരി വരെ മൊത്തമായി തമിഴ്നാടിന് വിട്ടുകൊടുത്തപ്പോൾ പാറശാലയ്ക്ക് അപ്പുറമുള്ള പ്രദേശങ്ങളൊക്കെ തമിഴ്നാടിൻ്റെ ഭാഗമായി. കേരളത്തിൻ്റെ ചരിത്രം തുടിക്കുന്ന ഈ കോട്ടകൾ പക്ഷേ ശരിക്കും അവഗണിക്കപ്പെട്ട നിലയിലാണ്. കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷിത സ്മാരകമാക്കിയിട്ടുണ്ടെങ്കിലും ഉദയഗിരി കോട്ടയ്ക്ക് ശരിയായ പരിഗണന കിട്ടുന്നില്ല എന്നത് അവിടെ സന്ദർശിക്കുന്നവർക്ക് മനസ്സിലാകും. 90 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ വലിയ കോട്ട പക്ഷേ സന്ദർശകർക്ക് മുഴുവനായി നടന്നു കാണാൻ പറ്റാത്ത രീതിയിൽ കാട് കയറി കിടക്കുന്നു. പ്രവേശന ടിക്കറ്റ് 30 രൂപയും വേറെ പാർക്കിംഗ് ഫീസുമൊക്കെ ഈടാക്കുന്നുണ്ടെങ്കിലും പടർന്നു കയറിയ പാഴ്ചെടികൾ പോലും വെട്ടി ഒതുക്കാൻ അവിടെ ആർക്കും താല്പര്യമുണ്ടെന്ന് തോന്നിയില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ്. സമീപവാസികളായ കമിതാക്കൾക്ക് കുട കൊണ്ട് മറയ്ക്കാതെ ഇതിനുള്ളിലെ ലതാനുകുഞ്ചങ്ങളിൽ ഒളിച്ചിരുന്ന് പ്രേമം കൈമാറാമെന്നുള്ള ഒരു ഗുണം മാത്രമേ ഉള്ളൂ. ബയോഡൈവേഴ്സിറ്റി പാർക്കും ട്രീ ഹൗസും ഹെർബൽ ഗാർഡനും അക്വേറിയവും മാനും മയിലും ഉൾപ്പെടെ പക്ഷിമൃഗാദികളുടെ ചെറിയൊരു മൃഗശാലയുമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ടായിട്ടും ഈ കോട്ടയ്ക്കുള്ളിലാകെ അവഗണനയുടെ മൂടുപടം വീണ് കിടക്കുന്നു. മലയാളികളുടെ ഈ വീരചരിത്ര കഥകളോട് ഇന്നത്തെ തമിഴ്നാട്ടിലെ ഭരണാധികാരികൾക്ക് വേണ്ടത്ര മതിപ്പില്ലെന്നാണ് എനിക്ക് തോന്നിയത്. 17-ാം നൂറ്റാണ്ടിൽ വീരരവിവർമ്മ എന്ന വേണാട് രാജാവാണ് മണ്ണുകൊണ്ടുള്ള കോട്ട ആദ്യം നിർമ്മിച്ചത്. പിന്നീട് ഇത് പീരങ്കികളും മറ്റും സജ്ജീകരിക്കാവുന്ന സൗകര്യങ്ങളുള്ള വലിയ ബലവത്തായ കരിങ്കൽ കോട്ടയാക്കി മാറ്റിയത് മഹാരാജാവായ മാർത്താണ്ഡവർമ്മയാണ്. ഈ കോട്ടയ്ക്കുള്ളിൽ യുദ്ധത്തടവ് പുള്ളികളെ പാർപ്പിക്കാനും സൗകര്യമുണ്ടായിരുന്നു. ഡിലനോയുടെ പേരിൽ നിന്ന് ഇത് ദില്ലാനിക്കോട്ട എന്നാണ് മുമ്പ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തെ തടവിലാക്കിയിരുന്നതും ഈ കോട്ടയ്ക്കുള്ളിലായിരുന്നു. ഉദയഗിരി കോട്ടയ്ക്ക് 2 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള പത്മനാഭപുരം പാലസ്, കൂടാതെ യുദ്ധം നടന്ന ചരിത്രപ്രസിദ്ധമായ കുളച്ചൽ ബീച്ച്, മണ്ടക്കാട് ക്ഷേത്രം, കുമരകോവിൽ തുടങ്ങിയവ അടുത്തുള്ള സന്ദർശനയോഗ്യമായ ഇടങ്ങളാണ്. അവിടെ നിന്ന് ഏതാനും കിലോമീറ്റർ കൂടെ വടക്കോട്ട് സഞ്ചരിച്ചാൽ തിരുവട്ടാർ ആദി കേശവ പെരുമാൾ ക്ഷേത്രവും ചിതറാൽ ജൈനക്ഷേത്രവും മാത്തൂർ അക്വഡക്റ്റും തൃപ്പരപ്പ് വെള്ളച്ചാട്ടവും പേച്ചിപ്പാറ ഡാമും ഒക്കെ തിരുവനന്തപുരത്തു നിന്ന് യാത്ര തിരിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് കണ്ടാസ്വദിച്ച് മടങ്ങാൻ കഴിയുന്ന മനോഹര ഇടങ്ങളാണ്. ഒരു ദിവസം കൂടി ഉണ്ടെങ്കിൽ നാഗർകോവിലിലെ ശുചീന്ദ്ര ക്ഷേത്രവും കന്യാകുമാരിയും അവിടുത്തെ ഉദയാസ്തമനങ്ങളും വിവേകാനന്ദ റോക്ക് മെമ്മോറിയലും ഉൾപ്പെടെയുള്ളവ കൂടി കണ്ടു മടങ്ങാൻ കഴിയും. എന്തായാലും ഓരോ മലയാളിയും നിശ്ചയമായും അഭിമാനത്തോടെ സന്ദർശിക്കേണ്ട ഒരു പ്രധാന ചരിത്ര സ്മാരകമാണ് ഉദയഗിരി കോട്ടയും അതിനുള്ളിലെ ഡിലനോയ് ശവകുടീരവും. ഈ യാത്ര ഇഷ്ടമായെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.